ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതായത് നമ്മൾ ഏത് കൊല്ലത്തിൽ നിന്നിട്ടാണ് നമ്മൾ ടാക്സേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനുള്ളത്. ഓക്കെ, അതായത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് 2 കൊല്ലങ്ങളാണ്. ഏത് കൊല്ലത്തിലാണ് നമ്മൾ ഇൻകം ഏൺ ചെയ്തത് എന്നുള്ളതും ആ ഇൻകത്തിന്റെ ടാക്സ് നമ്മൾ ഏത് കൊല്ലം അടയ്ക്കും എന്നുള്ളതുമാണ് നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, അതാണ് ഈ പറയുന്ന നമ്മൾ നോക്കാൻ പോകുന്ന സംഗതികൾ. നമ്മൾക്ക് ആവശ്യമുള്ള കൊല്ലങ്ങൾ എന്ന് പറയുന്നത് ഈ 3 കൊല്ലങ്ങളാണ്: 2020, 21 ആൻഡ് 22. അതായത് ഇത് ഇങ്ങനെയാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അറിയാം. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1st April ആൻഡ് എൻഡ്സ് ഓൺ 31st March. ഓക്കെ, അപ്പോൾ 2020 1st April ടു 31st March 2021 വരെ ഒരു കൊല്ലം, ആൻഡ് 2021 1st April ടു 31st March 2022 വരെ അടുത്ത കൊല്ലം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഇൻകം ടാക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളുടെ അസസ്മെന്റ് ഇയർ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ, കവർ പേജിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അസസ്മെന്റ് ഇയർ എന്നുള്ളത്. അത് എഴുതിയിട്ടുണ്ടാവുക 2021 2022 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അതായത് നമ്മൾ ഏത് ഇൻകത്തിന്റെ മുകളിലാണോ നമ്മൾ ടാക്സ് അടയ്ക്കാൻ പോകുന്നത്, അത് എത്രത്തോളം ഉണ്ടായ ഇൻകം എന്ന് അസസ് ചെയ്യുന്ന കൊല്ലം 2021 22 ആണ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലം ആണ് 2020 2021. ഓക്കെ, അതായത് ഈ പറയുന്ന കൊല്ലത്തിലാണ് ഇൻകം ഏൺ ചെയ്തത്. ആ കൊല്ലത്തിൽ ഏൺ ചെയ്ത ഇൻകം, അതായത് 2020 21 എന്ന് പറയുന്ന കൊല്ലത്തിൽ ഏൺ ചെയ്ത ഇൻകം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് 2021 22 എന്ന കൊല്ലത്തിലാണ്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. അതായത് ഈ പറയുന്നത് പ്രീവിയസ് ഇയർ, 2020 21 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ, ആൻഡ് 2021 22 എന്ന് പറയുന്നത് അസസ്മെന്റ് ഇയർ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇൻകം ഏൺ ചെയ്തു, അതിന്റെ ടാക്സ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ നമ്മൾ പേ ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ കാണാം നിങ്ങൾക്ക് അസസ്മെന്റ് ഇയർ ഈസ് 2021 22 and previous year is 2020 21. Okay, so in the previous year we had earned a lot of money and we are going to assess, or we are going to calculate the tax for that income in the assessment year. Okay, അതേപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ പറയാണ്, അടുത്ത കൊല്ലം 2022 23 കൊല്ലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് നിങ്ങളുടെ ഏത് കൊല്ലത്തിന്റെ ഇൻകം ആണ് അവിടെ അസസ് ചെയ്യുക? 21 22. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഞാനിപ്പോ എഴുതാൻ പോകുന്ന സംഗതികൾ ഒന്ന് നോക്കുക, അപ്പൊ അതൊന്ന് ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇവിടെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. അതായത് ഇപ്പൊ ഞാനിപ്പോ എഴുതാണ് 2019 2020 2021 2022. ഓക്കെ, ഇത്രയും കൊല്ലങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2019 ഞാൻ ഇൻകം ഏൺ ചെയ്തു. 2019-20 എന്ന് പറയുന്ന കൊല്ലത്തിൽ ഞാൻ ഇൻകം ഏൺ ചെയ്തു. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. 2019-20 2021 21-22 22-23. ഓക്കെ, ഇങ്ങനെ കിടക്കട്ടെ. അപ്പൊ പിന്നെ കുറച്ചും കൂടി ക്ലിയർ ആവും, കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, 2019-20 ഞാൻ ഏൺ ചെയ്ത ഇൻകം, ഓക്കെ, ഇൻകം ഏൺഡ് 2019-20 ഞാൻ ഏൺ ചെയ്ത ഇൻകം എനിക്ക് എവിടെ ടാക്സബിൾ ആവും? 2021 ടാക്സബിൾ. ഓക്കെ, 2020-21 ഇൻകം ഏൺ ചെയ്തു.
ഓക്കെ. 2020-21 ഇൻകം ഏൺ ചെയ്തു, അതെവിടെ ടാക്സബിൾ ആവും? ടാക്സബിൾ. ഓക്കെ. 2021-22 ഇൻകം ഏൺ ചെയ്തു, അപ്പൊ അത് എവിടെ ടാക്സബിൾ ആവും? ഇനി എളുപ്പമായി, കാര്യങ്ങൾ എളുപ്പമായി നിങ്ങൾക്ക്. 22-23 ടാക്സബിൾ ആവും. ഓക്കെ. അപ്പോ ടാക്സബിൾ ആവുന്ന കൊല്ലം എന്ന് പറയുന്നതാണ് അസസ്മെന്റ് ഇയർ. അപ്പൊ 22-23 അസസ്മെന്റ് ഇയറിന്റെ പ്രീവിയസ് ഇയർ 21-22 നമ്മൾ ഇൻകം ഏൺ ചെയ്തു. 21-22 അസസ്മെന്റ് ഇയർ ആയിരുന്നപ്പോ അതിന്റെ പ്രീവിയസ് ഇയർ 2021 ആയിരുന്നു. 2021 അസസ്മെന്റ് ഇയർ ആയിരുന്നപ്പോ അതിന്റെ പ്രീവിയസ് ഇയർ 1920 ആയിരുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായ? ഇത്രേ ഉള്ളൂ സംഗതി. ഇതാണ് ഈ അസസ്മെന്റ് ആൻഡ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ. പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്ന സംഗതി ഇത്രേ ഉള്ളൂ. ഒരു കൊല്ലം ഏൺ ചെയ്തതിന്റെ ടാക്സ് നമ്മൾ അതിന്റെ അടുത്ത കൊല്ലം കൊടുക്കും. ആ കൊല്ലം ഏൺ ചെയ്തതിന്റെ അതിന്റെ അടുത്ത കൊല്ലം കൊടുക്കും. ആ കൊല്ലം ഏൺ ചെയ്യുന്നതിന്റെ അതിന്റെ അടുത്ത കൊല്ലം കൊടുക്കും. ദിസ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പൊ അത് കൊല്ലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ദിവസം വന്നിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി എന്താണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏൺ ചെയ്തത്, കഴിഞ്ഞ കൊല്ലം ഞാൻ എത്ര ഏൺ ചെയ്തു എന്നുള്ളത് എനിക്ക് അപ്പൊ നോക്കിയാൽ മതി. അപ്പൊ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ആ സമയത്ത് അത് എത്ര ആൾക്കാർ എത്ര എമൗണ്ട് ഞാൻ ടാക്സ് അടയ്ക്കാനുണ്ട് എന്നുള്ളതിന്റെ കാൽക്കുലേഷൻ എനിക്ക് അപ്പം നടത്താം. ഓക്കെ. അതാണ് പ്രീവിയസ് ഇയറിലാണ് ഇൻകം ഏൺ ചെയ്തത് നമ്മൾ നോക്കുന്നത്. ഇൻകം ഇസ് ഏൺഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ആൻഡ് ഇറ്റ് ഇസ് ടാക്സ്ഡ് ഇൻ ദി അസസ്മെന്റ് ഇയർ. ഓക്കെ, ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് വേർഡ്സ് ആണ്, പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെന്റ് ഇയർ. ഓക്കെ. അപ്പൊ എന്താന്നുള്ളത് നമ്മൾ എഴുതിയിരിക്കുന്ന അനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെന്റ് ഇയർ under section 2 subsection 9 or clause 9 means the period of 12 months commencing on 1st April every year. It is the year just after the previous year in which the income earned is charged to tax. Okay, or income earned in the previous year is charged to tax. Okay, the current assessment year is 21-22. നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 21-22 ആണ്. ഓൾറൈറ്റ്. സോ അസസ്മെന്റ് ഇയർ എന്താണെന്നുള്ളത് ആരെങ്കിലും ചോദിക്കും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, മറ്റേ ഡെഫിനിഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സെക്ഷൻ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻസ് ഞാൻ പേഴ്സണൽ അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, അസസി, അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ, അതെല്ലാം സെക്ഷൻ 2 വരുന്നതാണ്. അപ്പൊ ഈ പറയുന്ന അസസ്മെന്റ് ഇയർ അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷനിൽ ചോദ്യങ്ങൾ വരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അസസ്മെന്റ് ഇയർ ചോദിക്കുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ രീതിയിലാണ്. പീരിയഡ് ഓഫ് 12 മന്ത്സ്, 12 മാസവും നിങ്ങൾക്ക് തരും. ഓക്കെ. പീരിയഡ് ഓഫ് 12 മന്ത്സ് കമൻസിങ് ഓൺ ദി 1st April every year. ഓക്കെ, കമൻസിങ് ഓൺ ദി 1st April of every year. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നും ആലോചിക്കേണ്ട. 1st April every year. It is the year just after the previous year in which the income earned is charged to tax. Okay, income earned is charged to tax in the assessment year. നമ്മുടെ കറണ്ട് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 21-22 ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോഴോ, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് the year in which income is earned which will be taxable in the assessment year. ഏത് കൊല്ലമാണോ ഇൻകം ഏൺ ചെയ്തത്, ഓക്കെ, ഏത് കൊല്ലമാണോ ഇൻകം ഏൺ ചെയ്തത് അസസ്മെന്റ് ഇയറിലേക്ക് ടാക്സബിൾ ആവുന്ന ആ ഇയർ, അതിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഇസ് ഏൺഡ് വിച്ച് വിൽ ബി ടാക്സബിൾ ഇൻ ദി അസസ്മെന്റ് ഇയർ. The previous year for the current assessment year is 2020-2021. ഓക്കെ. അപ്പൊ നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2021-ഉം അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 21-22 ആണ്. ഓക്കെ. കഴിഞ്ഞ കൊല്ലത്തേല് ഉള്ള ഇതിൽ നിന്ന് ഇക്കൊല്ലത്തേക്ക് മാറ്റങ്ങൾ, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ.
ഇപ്പൊ ഞാൻ ഇതുവരെ ഞാൻ പഠിപ്പിച്ചു തന്നതിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അതൊക്കെ ബേസിക്സ് ആണ്. ഇപ്പൊ ഈ കൊല്ലം മാത്രം വ്യത്യാസം ഉണ്ടാവും. എല്ലാത്തിലും എടുത്ത് നോക്കിയാൽ ഈ കൊല്ലം വ്യത്യാസം കാണിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പ്രോബ്ലംസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രോബ്ലംസിൽ ഈ കൊല്ലം കാണിക്കും. അതായത് പ്രീവിയസ് ഇയർ 2021 എന്ന് നമ്മൾ ഇക്കൊല്ലം നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ 1920 ഇങ്ങനെയാണ് ഇൻകം ഏൺ ചെയ്തത് എന്ന് അവർ പറയും. മനസ്സിലായോ? അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. ഓൾറൈറ്റ്, സോ 2021 പ്രീവിയസ് ഇയർ, 2022 അസസ്മെന്റ് ഇയർ, അതുവരെ ഓക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. ഇൻകം ഹെഡ്സ് ആൻഡ് ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ ഇൻകം ഏൺ ചെയ്യാം ഒന്ന് പറഞ്ഞേ നിങ്ങൾ. എങ്ങനെയൊക്കെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട്? സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഏൺ ചെയ്യാം. സാലറി, വേജസ്. ഓക്കെ, സാലറി, വേജസ്, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ശരി. അപ്പൊ ഇപ്പൊ സാലറി, വേജ് പറഞ്ഞു. എന്തെങ്കിലും ഒരു സാധനം വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാൽ അത് ഒരു ഇൻകം എന്ന് പറഞ്ഞു. ബിസിനസ് ചെയ്തിട്ട് കിട്ടിയത് നമുക്കൊരു ഇൻകം പറഞ്ഞു. ഓക്കെ, പിന്നെ ലോട്ടറി ഒരു ഇൻകം ആണ്. കറക്റ്റ് ആണ്. ഓക്കെ, ലോട്ടറി വളരെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ഇൻകം ആയിട്ട് പറയാൻ പറ്റുന്നതുണ്ട്. ഈ സാധനം സെയിൽ ചെയ്തിട്ട് ഇൻകം എന്ന് പറഞ്ഞില്ലേ, അതിലെന്താണ് ഇൻകം? ഇപ്പൊ ഞാന് എന്റെ കയ്യിലുള്ള കുറച്ച് സ്വർണം ഞാൻ വിറ്റു എന്ന് വെക്കുക. എന്റെ ഇൻകം എന്താ? ഞാന് 5 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം ഞാൻ വിറ്റു. എന്റെ ഇൻകം എത്രയാ? ഞാൻ ആ സാധനം വാങ്ങിച്ചിരിക്കുന്നത് 5,10,000 രൂപയ്ക്കാണ്. ഞാൻ വിറ്റത് 5 ലക്ഷത്തിന്. എനിക്ക് വല്ല ഇൻകം ഉണ്ടോ സത്യത്തില്? ഇല്ല. മനസ്സിലായോ? ഇൻകം എന്ന് പറയുന്നത് കയ്യിലേക്ക് വരുന്ന എല്ലാ അമൗണ്ടിനെയും നമ്മൾ ഇൻകം എന്ന് നമ്മൾ പറയില്ല. അത് റവന്യൂ ആണ്. ഓക്കെ, റെസിപ്റ്റ്സ് ആൻഡ് റവന്യൂ. കയ്യിൽ വരുന്ന അമൗണ്ടിനെ നമ്മൾ റെസിപ്റ്റ്സ് അല്ലെങ്കിൽ റവന്യൂ എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകമായി മാറുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ 4 ലക്ഷം രൂപയുടെ സ്വർണം 5 ലക്ഷം രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് 1 ലക്ഷം രൂപ എനിക്ക് ഇൻകം ആണത്. ഇൻകം. ഓക്കെ, എനിക്ക് ഇൻകം അതാണ് ശരിക്കും. മനസ്സിലായോ? അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പൊ അതൊക്കെ നമ്മളിപ്പം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, ഒരുപാട് തരത്തിൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്ക് പറയാം. ഒന്ന്, നിങ്ങൾ പറഞ്ഞ പോലെ ഇൻകം ഫ്രം സാലറി. ഓക്കെ, ഇൻകം ഫ്രം സാലറി. സാലറി നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇൻകം ആണ്. ഓൾറൈറ്റ്, അതൊരു ഇൻകം. ശരി, അത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞ കാരണം അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നത് സാലറി, അല്ലാണ്ട് ഞാൻ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അതിനെയും സാലറി ആയിട്ട് തന്നെ കണക്കാക്കുക. പക്ഷെ യൂഷ്വലി ഈ ഡെയിലി വേജസ് എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകത്തിന്റെ അത്രയ്ക്കൊന്നും വരില്ല. കാരണം അത്രയും കുറവായിരിക്കുമല്ലോ, ചെറിയ എമൗണ്ട് അല്ല. അതൊന്നും നമുക്ക് വരാം, അതിലേക്ക് വരാം എന്തായാലും. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു ഹെഡ് ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതെന്തായിരിക്കും എന്നാ തോന്നണേ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് കിട്ടുന്ന കാശായിരിക്കുമോ? റെന്റ് ആണ്. ഓക്കെ, എന്റെ കയ്യിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാന് ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസവും എനിക്ക് റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ റെന്റ് ഒരു ഇൻകം അല്ലേ? അതാണ് ആ ഒരെണ്ണം മാത്രം. ഓക്കെ, ആ റെന്റ് എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, വേറെ ഒന്നും അതിൽ വരില്ല. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഒരൊറ്റ ഇൻകത്തിനെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അതിന് മുമ്പത്തെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹെഡ്. ഓക്കെ, ഏറ്റവും വലിയ ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി ആണ്. കാരണം സാലറി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളുടെ തന്നെ വീട്ടിൽ ഉള്ള പലർക്കും അറിയുന്നുണ്ടാവും. നിങ്ങളുടെ പേരൻസിന്റെ ഒക്കെ ഇൻകം ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, അതുപോലെ ഹൗസ് റെന്റ് അലവൻസ്, അല്ലെങ്കിൽ എന്താ പറയാ പെൻഷൻ, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങൾ മിക്സ് ചെയ്ത് കിടക്കുന്നതാണ് ഈ സാലറി എന്ന് പറയുന്നത്.
അപ്പൊ ഈ പറയുന്ന സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ചൊന്നല്ല. ഓക്കെ. അപ്പൊ ഏറ്റവും വലിയ ഹെഡാണ് ശരിക്കും സാലറി ഹെഡ് എന്ന് പറയുന്നത്. അത് ആ ഒരു ഹെഡ് മാത്രം പഠിച്ചു തീർക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷെ എളുപ്പമാണ്. നമുക്ക് കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് ചെയ്ത് തീർക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. ചെയ്ത് പഠിക്കണം എന്ന് മാത്രം കുറച്ചൊക്കെ. ഓക്കെ. ഹൗസ് പ്രോപ്പർട്ടി അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഹെഡ് അല്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡാണ് ശരിക്ക്. അതിൽ നിന്നൊക്കെ എസ് എ ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യമാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡാണ് ഇൻകം ഹൗസ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ഓക്കെ. അപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞിരുന്നു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെ? നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പൊ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെഡിന്റെ കീഴിൽ വരും. ഓക്കെ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻകം ടാക്സ് പറയും നിങ്ങൾ നിങ്ങളുടെ P&L അക്കൗണ്ടിൽ ഒരു പ്രോഫിറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഇൻകം ടാക്സിന് അതിനോട് ഒരു താല്പര്യമില്ല. നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ P&L അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇൻകം റെസിപ്റ്റ്സ് ആയിട്ട് നിങ്ങൾ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, പേയ്മെന്റ്സ് ആയിട്ട് നിങ്ങൾ പലതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ പറയുന്ന റെസിപ്റ്റ്സും ഈ പറയുന്ന പേയ്മെന്റ്സും ശരിക്കും ബിസിനസ്സിനോട് റിലേറ്റഡ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇൻകം ടാക്സ് പറയുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇൻകം ടാക്സ് പറയും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ എല്ലാ ഇൻകമും അല്ലെങ്കിൽ ഈ എല്ലാ എക്സ്പെൻസും ശരിക്കും ബിസിനസ്സിനോട് തന്നെ റിലേറ്റ് ചെയ്ത് കിടക്കണതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ ഞങ്ങൾ അത് നോക്കും. എന്നിട്ട് ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതല്ല നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുത്ത് മാറ്റും. ഓക്കെ. ചിലപ്പോൾ ഇൻകം ആയിട്ട് എഴുതിയിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നതായിരിക്കാം. ഏതെങ്കിലും ആവട്ടെ, ഏതാണെങ്കിലും ബിസിനസ്സിനോട് റിലേറ്റഡ് അല്ലാതെ ഇൻകം ടാക്സിന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് അവിടെ നിർത്ത് മാറ്റും. ഓക്കെ. അപ്പൊ ചിലപ്പോ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻകം ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ എക്സ്പെൻസസ് കുറച്ച് ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും? അവരുടെ P&L അക്കൗണ്ടിൽ കയറ്റിയിടും. ഓക്കെ. അവരുടെ ചില എക്സ്പെൻസസ് ഇതിൽ കയറ്റിയിടും. എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ വീട്ടുകാരെല്ലാവരും കൂടി ട്രാവൽ ചെയ്തിട്ട് ഇവിടുന്ന് കുളുമനാലി വരെ പോയി. അയാൾ എന്ത് ചെയ്തു? ആ പോയി വന്നതിന്റെ എക്സ്പെൻസ് കൊണ്ടിട്ട് ഇയാൾ P&L അക്കൗണ്ടിൽ കയറ്റിയിട്ടു. എന്നിട്ട് കാണിച്ചു ഇത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണെന്നുള്ളത് കാണിച്ചു. ഇൻകം ടാക്സിന് മനസ്സിലായി ഇത് ഈ ബിസിനസ് ആവശ്യത്തിന് പോയതല്ല. ഓക്കെ. പേഴ്സണലി വീട്ടിൽ നിന്ന് ടൂർ പോയി വന്നതാണ്. പക്ഷെ ആ എക്സ്പെൻസ് എന്ത് ചെയ്തു? ഇവിടെ കൊണ്ട് കയറ്റിയിട്ടിട്ട് ഇതിന്റെ പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ളതാണ്. പ്രോഫിറ്റ് കുറവാണെങ്കിൽ അത്രയും കുറച്ച് ടാക്സ് അടച്ചാൽ പോരെ. അതിനു വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ഇൻകം ടാക്സിന് മനസ്സിലായി. അപ്പൊ ഇൻകം ടാക്സ് പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് ഞങ്ങളൊരു പ്രോഫിറ്റ് ഞങ്ങൾ കണ്ടുപിടിക്കും. ആ പ്രോഫിറ്റിന്റെ മുകളിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആൾക്കാര് വെറുതെ വന്നിട്ട് നിങ്ങളുടെ P&L അക്കൗണ്ടിൽ എത്ര പ്രോഫിറ്റ് കാണിക്കണേ? P&L അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ടാക്സ് അടച്ചോ 5 ലക്ഷത്തിന്റെ. അങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. ഓക്കെ. P&L അക്കൗണ്ടിൽ 5 lakhs ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. നിങ്ങൾ എന്തൊക്കെയാണ് ഇൻകം, എന്തൊക്കെയാണ് എക്സ്പെൻസസ്, അതിന്റെ ലിസ്റ്റിംഗ് തന്നെ ഞങ്ങൾ നോക്കിക്കോളാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇതിൽ ഏതൊക്കെ ഇതിനോട് റിലേറ്റഡ് ആണ്, ഏതൊക്കെ ഇതിൽ റിലേറ്റഡ് അല്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞോളാം. എന്നിട്ട് ഞങ്ങൾ 5 ലക്ഷം ആണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓക്കെ. ചിലപ്പോൾ 5 ലക്ഷത്തിനെക്കാട്ടിലും കുറയും ഇൻകം ടാക്സ് നോക്കുമ്പോൾ, അങ്ങനെയും വരാം. ഇൻകം എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ആള് ടാക്സ് അടക്കുന്ന ആള് കൊണ്ടിട്ട് ഇൻകത്തിന്റെ അവിടെ അയാളുടെ പേഴ്സണൽ ഇൻകം കൊണ്ട് കയറ്റിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇയാൾ എന്ത് ചെയ്യും? അപ്പൊ ഇൻകം ടാക്സ് എന്ത് ചെയ്യും? ഇൻകം ടാക്സ് പറയും ഈ ഇൻകം ഇവിടെ വരേണ്ടതല്ല, ഇത് വേറെ സ്ഥലത്ത് പോകേണ്ടതാ, ഇത് ഇവിടെ വരേണ്ടതേ അല്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ ഇവിടെ എഴുതേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പൊ ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ പ്രോഫിറ്റ് കുറയുകയും ചെയ്യാം, ചിലപ്പോൾ കൂടുകയും ചെയ്യാം. കൂടുകയാണെങ്കിൽ അത്രയും എമൗണ്ടിന് ടാക്സ് അടക്കണം. ഓക്കെ. അതിന് ഫൈനൊന്നും പറയൊന്നുമില്ല കേട്ടോ, അതിനൊന്നും ഫൈന് പറയില്ല.
നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തു, അത് നിങ്ങൾ തെറ്റല്ലേ ചെയ്തത്, അങ്ങനെയൊന്നും പറയൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രോഫിറ്റ്, അപ്പൊ നിങ്ങൾ ആ പ്രോഫിറ്റിനുള്ള ടാക്സ് അടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതേ ഹെഡിൽ തന്നെ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, ഗെയിൻസ് ഫ്രം പ്രൊഫഷൻ, പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ് ആൻഡ് ഗെയിൻസ് ഫ്രം പ്രൊഫഷൻ. എന്താണ് ഈ പ്രൊഫഷൻ? ടീച്ചർ, ഡോക്ടർ, ലോയർ, അതൊക്കെ പ്രൊഫഷനാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രൊഫഷനിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പൊ ലോയേഴ്സ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഈ പറയുന്ന ലോയേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടാവും. അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാർ കൗൺസിൽ എന്ന് പറയുന്ന സംഗതി, അതില് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ പ്രൊഫഷനിലുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുണ്ട്. ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിൽ ICAI, ഓക്കെ, ICAIയില് മെമ്പർഷിപ്പ് ഉള്ള ഒരാളാവണം. അപ്പൊ അയാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അയാൾ ഒരു പ്രൊഫഷണൽ ആണ്. ഓക്കെ, അല്ലാണ്ട് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ICAIയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് അത് നടത്താം, നിങ്ങൾക്ക് ആ ബിസിനസ്, നിങ്ങൾക്ക് ആ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാരുടെയൊക്കെ ലൈസൻസ് എടുത്ത് കളഞ്ഞു, അങ്ങനെ ഏതെങ്കിലും പ്രൊഫഷൻ. ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ തിരിമറി നടത്തിയിട്ട് ലൈസൻസ് എടുത്ത് കളഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സംഗതിയാണ് ഈ പറയുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷണൽസിന് കിട്ടുന്നതിനെ ഗെയിൻസ് എന്നാണ് യൂഷ്വലി ഇൻകം ടാക്സിന്റെ ഭാഷയിൽ പറയുന്നത്. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഇൻകം. ഒരു ഡോക്ടർ ഉണ്ട്, ഓക്കെ, ഈ ഡോക്ടർ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ടുണ്ട്, അവിടെ അയാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അയാൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അവിടെയും അയാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അയാൾ വീട്ടിൽ ക്ലിനിക്ക് വെച്ചിട്ടുണ്ട്, അവിടെയും അയാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 3 എണ്ണവും 3 സ്ഥലത്തു നിന്ന് അയാൾക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ഈ 3 ഇൻകം എന്ത് ഇൻകം ആണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇയാൾ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് എന്താ പറയാ? ഹോസ്പിറ്റൽ ഇസ് രജിസ്റ്റേർഡ്, ഓൾസോ രജിസ്റ്റേർഡ് ഹോസ്പിറ്റലാണ്. വെറുതെ ഒരു ഹോസ്പിറ്റലിന് പേര് മാത്രം ഇട്ടിരിക്കുകയല്ല, രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണ്. രജിസ്റ്റേർഡ് ആണെങ്കിൽ അതൊരു ബിസിനസ് അല്ലേ? ഒരു ഹോസ്പിറ്റൽ, അത് ആ ഹോസ്പിറ്റൽ രജിസ്റ്റേർഡ് ആണ്, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അതിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ബിസിനസ് ഇൻകം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ബിസിനസ് ഇൻകം. ഇയാള് വീട്ടിൽ ക്ലിനിക്ക് വെച്ചിട്ടുണ്ട്, വീട്ടിൽ ക്ലിനിക്ക് വെച്ചിരിക്കുന്നത് ആ ക്ലിനിക്ക് രജിസ്റ്റേർഡ് ഒന്നായിരിക്കില്ല. വീട്ടിൽ വെറുതെ വരുന്ന ആൾക്കാർ അപ്പൊ നോക്കും, അപ്പൊ കുറച്ച് പൈസ കിട്ടും, 200 രൂപ അല്ലെങ്കിൽ 250 രൂപ, എന്താണ് അയാളുടെ ഫീസ് വെച്ചാൽ അത് അയാൾ മേടിക്കും. ഓക്കെ, അതെന്ത് ഇൻകം ആയിരിക്കും? പ്രൊഫഷണൽ ഇൻകം ആണ്, അത് പ്രൊഫഷണൽ ഇൻകം ആണ്. ഓക്കെ, വീട്ടിൽ ക്ലിനിക് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ലോയേഴ്സ് വീട്ടിൽ കൺസൾട്ട് ചെയ്യുന്നു, കൺസൾട്ടേഷന് അവർ കുറച്ച് ഫീസ് മേടിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് പ്രൊഫഷണൽ ഇൻകം. ഓക്കെ, അങ്ങനെയുള്ള പ്രൊഫഷൻ മാത്രം വെച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ സംഭവങ്ങളൊന്നും ഇല്ലാതെ പ്രൊഫഷനിൽ മാത്രം വെച്ചിട്ട് നമ്മൾ മേടിക്കുന്ന ഫീ നമുക്ക് പ്രൊഫഷണൽ ഇൻകം എന്നുള്ള പേരിലാണ് നമ്മൾക്ക് അതിനെ എടുക്കാൻ പറ്റുക. ഓക്കെ, ഒരു രജിസ്റ്റേർഡ് ഹോസ്പിറ്റൽ നടത്തുകയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് ഇൻകമായി മാറും, അതിൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇയാൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു, അപ്പൊ അയാൾക്ക് കിട്ടുന്നത് എന്താണ്? അയാൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ അയാളെ എംപ്ലോയ് ചെയ്തിരിക്കല്ലേ? ദർ ഇസ് എൻ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഓക്കെ, wherever there is employee employer relationship you are receiving salary. ഓക്കെ, അത് നല്ലോണം ഓർത്ത് വെക്കുക കേട്ടാ. അപ്പൊ സാലറി എന്ന പേരിൽ നമ്മൾ ആ ഹെഡിന്റെ അടിയിൽ കൊണ്ടിടണമെങ്കിൽ ദർ ഷുഡ് ബി എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഓക്കെ, എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒന്നും അല്ല, ഇയാള് മറ്റൊരു ഹോസ്പിറ്റൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിളിക്കണു, ഗസ്റ്റ് പോലെ വിളിക്കണു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി പ്രൊഫഷണൽ. അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയി നോക്കി ഒക്കെ വരുന്നു,
അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രം ഇയാളെ വിളിക്കുന്നു, കാരണം ഇയാളെ വലിയൊരു ഡോക്ടറാണ്, അപ്പോ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ഇയാളെ വിളിക്കും. അങ്ങനെ ഇയാൾ പോയി വരുന്നതൊന്നും എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല, അത് പ്യുവർലി പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ പ്രൊഫഷണൽ ഇൻകത്തിൽ വന്ന് കയറും അതിന് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എംപ്ലോയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി വരിക, അല്ലെങ്കിൽ എല്ലാ 2 ദിവസം കൂടുമ്പോൾ പോയി വരിക, അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു എംപ്ലോയർ ഒരു കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. എംപ്ലോയർ ആണ് മറ്റേ ഒരു ഹോസ്പിറ്റല്, എംപ്ലോയി ആണ് ഈ ഡോക്ടർ. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലാണ് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാലറിയാണ് കിട്ടുന്നത്. ഓക്കെ, വ്യത്യാസങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. മനസ്സിലായോ? അടുത്തത് ആണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കയ്യിലുള്ള ഏതൊരു പ്രോപ്പർട്ടിയും ക്യാപിറ്റലിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ബിസിനസ്സിൽ നമ്മൾ എഴുതുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും ആദ്യം എഴുതുന്ന ഫിക്സഡ് അസറ്റ്സിൽ എഴുതുന്ന സംഗതികളെല്ലാം ക്യാപിറ്റൽ അസറ്റ്സ് അല്ലേ? ശരിക്ക് അല്ലേ? ക്യാപിറ്റൽ അസറ്റ്സ് അല്ല അതൊക്കെ? അതാണ് ഈ പറയുന്ന ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ചില അസറ്റ്സ് ഉണ്ടാവും. എന്റെ വീട്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്ത് ഫിക്സഡ് അസറ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന പൈസ. ഓക്കെ, അത് വിറ്റിട്ട് കിട്ടുന്ന പൈസയുടെ എന്തെങ്കിലും പ്രോഫിറ്റ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും ഗെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ കൊണ്ടിടാം. ഓക്കെ, അപ്പൊ വീട് വിറ്റു, വീട് മേടിച്ചത് 20 കൊല്ലം മുമ്പാണ്. അന്ന് അതിന് കുറച്ച് വിലയുള്ളൂ. നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അന്ന് നമ്മൾ മേടിച്ചത് 1 ലക്ഷം രൂപയ്ക്കാണ്, ഇന്ന് നമ്മൾ വിറ്റത് ഒരു 50 ലക്ഷം രൂപയ്ക്കാണ് എന്ന് വിചാരിച്ചിട്ട് 49 ലക്ഷം രൂപയ്ക്കുള്ള ടാക്സ് നമ്മൾ അടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനൊക്കെ കാൽക്കുലേഷൻ വേറെ ഉണ്ട്. അത് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് കാൽക്കുലേഷൻ വേറെ ഉണ്ട്. അത് അന്നത്തെ വില വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്ന് അതിന് എത്ര വില ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര ഗെയിൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കണത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ അപ്പൊ പഠിക്കുക. അത് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മതി. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രോപ്പർട്ടി വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ 4 ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള 4 ഹെഡ്സ് ഓഫ് ഇൻകം. ഓക്കെ, 4 ഹെഡ്സ് ഓഫ് ഇൻകം, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള 4 ഹെഡ്സ് ഓഫ് ഇൻകം, മേജർ ഹെഡ്സ് ഓഫ് ഇൻകം എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 4 പെടാതെ നമുക്ക് എന്തൊക്കെ ഇൻകം ഉണ്ടോ അതെല്ലാം നമ്മൾ എവിടെ കൊണ്ടിടും? ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിന്റെ അടിയിലാണ് കൊണ്ടിടും. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, സാലറി കിട്ടുന്നുണ്ടോ? ഓക്കെ, സാലറി ഹെഡിന്റെ അടിയിൽ കൊണ്ടായിട്ടോ. വീട് വാടക കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയിട്ടോളൂ. നമ്മൾ ബിസിനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയോ? അപ്പൊ തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന്റെ അവിടെ കൊണ്ടുപോയിടുക. ഓക്കെ, നമ്മൾ പ്രൊഫഷൻ ചെയ്തിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഫീസ് സംഗതികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അതേ ഹെഡിൽ തന്നെ കൊണ്ടുപോയിടുക, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് പ്രൊഫഷനിൽ കൊണ്ടുപോയിടുക. ഓക്കെ, നമ്മളുടെ പ്രോപ്പർട്ടി വിറ്റിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? അതും ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിനിൽ കൊണ്ടിടുക. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ? ഒരു ഇൻകം പറഞ്ഞിരുന്നു നേരത്തെ, ലോട്ടറി അല്ലേ? ഈ ലോട്ടറി എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 4 ഹെഡിൽ എവിടെയെങ്കിലും വരുമോ? വരില്ല. സാലറി അല്ല, ബിസിനസ് അല്ല, ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട റെന്റ് അല്ല, അതുപോലെ നമ്മളുടെ പ്രോപ്പർട്ടി എടുത്ത് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസയല്ല. ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം മേടിച്ചു, ലോട്ടറി അടിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ അതർ സോഴ്സസിൽ പോകുന്നതാണ്. ലോട്ടറി, നമ്മള് എന്താണ്, കാർഡ് ഗെയിംസ് കളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ ചൂത് കളിച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ ഹോഴ്സ് റേസസിന് നമ്മൾ ബെറ്റിംഗ് ഒക്കെ നടത്തും, അതിന് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അതുകൂടാതെ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ബാങ്ക് ഇൻട്രസ്റ്റ്, അതൊരു ഇൻകമാണ്. ബാങ്കിൽ FD ഇട്ടു, അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ലേ? ഇൻട്രസ്റ്റ് ഇസ് ദി ഇൻകം, റൈറ്റ്? ഇൻട്രസ്റ്റ് ഇൻകം അല്ലേ? ആ ഇൻകം എന്ന് പറയുന്നത് ഈ പറയുന്ന അതർ സോഴ്സസിലാണ് പോവുക, ഇൻട്രസ്റ്റ്. ഓക്കെ, ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ അതിന്റെ ഉള്ളിലേക്കാണ് പോവുക. അങ്ങനെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റുകൾ ഉണ്ട്, ഇൻട്രസ്റ്റ് അല്ല, ഇൻകം ഉണ്ട്.
ഒരുപാട് ഇൻകംസ് ഉണ്ട്. അങ്ങനെ വരുന്ന മിസ്സലേനിയസ് ഇൻകംസ് എന്ന് പറയും അതിനെ, മിസ്സലേനിയസ്. ഓക്കെ, ഈ 4 കൂടാതെ വരുന്ന ബാക്കിയുള്ള എല്ലാം മിസ്സലേനിയസ് ഇൻകംസ്. അതെല്ലാം വരുന്നത് ഏതിലാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സസ് പഠിക്കാനും എളുപ്പമാണ്. കാരണം മിസ്സലേനിയസ് ഇൻകത്തിന്റെ മുകളിൽ നമുക്ക് വലിയ അഡ്ജസ്റ്റ്മെന്റ്സും സംഗതികളൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അങ്ങനെ ഈ 5 ഹെഡ് ഓഫ് ഇൻകം നമ്മളുടെ കയ്യിലുള്ളത് മുഴുവൻ നമ്മൾ കൂട്ടി നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്, ആദ്യം ഗ്രോസ്, നമ്മൾ മറ്റേ ട്രേഡിംഗിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, പിന്നെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന മാതിരി ആദ്യം ഈ പറയുന്ന 5 ഹെഡ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരു സംഗതി മൈനസ് ചെയ്യും, ലെസ് ചെയ്യും. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അതായത് പലതരത്തിലുള്ള സംഗതികളുണ്ട് ഡിഡക്ഷൻസ് ആയിട്ട്. നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ചില എക്സ്പെൻസ്, അതായത് നമ്മൾ ഇൻകം ഏൺ ചെയ്യൽ മാത്രമല്ലല്ലോ ഉള്ളൂ, നമ്മൾക്ക് കുറച്ച് ചെലവുകളും ഉണ്ടല്ലോ. അപ്പൊ ഈ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ടാക്സ് അടയ്ക്കാൻ. അപ്പൊ ഈ ചെലവ് നമ്മൾ വരുത്തുന്ന ചില ചെലവുകള് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ചില എക്സ്പെൻസസിനെ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഡിഡക്ഷൻസ് ആയിട്ട് അലൗ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അലൗ ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പെൻസസ് ഉണ്ട് ഡിഡക്ഷൻ ആയിട്ട്. അത് 80C to 80U എന്ന് പറഞ്ഞ സെക്ഷൻസിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ചാപ്റ്റർ 6A എന്നൊക്കെ പറയും അതിനെ. ഓക്കെ, അതിൽ എക്സ്പെൻസസ് മാത്രമല്ല ചില ഇൻകംസും ഇതുപോലെ തന്നെയാണ് നമുക്ക് പറയുന്ന സെക്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന ടോട്ടൽ ഇൻകം. ഓക്കെ, ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന അമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.